സാലറീഡ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും പറയുന്ന ഒരു സങ്കടം എന്നുള്ളത് അവരുടെ ശമ്പളത്തിൽ നിന്ന് ഒരുപാട് ടാക്സ് പിടിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത്രയൊന്നും ബിസിനസ്സുകാരുടെ കയ്യിൽ നിന്ന് പിടിക്കുന്നുമില്ല. വാസ്തവത്തിൽ ഇതിൽ കുറച്ച് സത്യമുണ്ട്. സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്ക് സാലറി കിട്ടുന്ന സമയത്ത് തന്നെ സോഴ്സിൽ നിന്ന് ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നു. അതേപോലെ ഈ കിട്ടിയ ശമ്പളം കൊണ്ട് അവരൊരു കടയിൽ പോയി സാധനം മേടിക്കുകയാണെങ്കിൽ അതിന് ടാക്സ് കൊടുക്കണം. അവരൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോഫിറ്റിനും ടാക്സ് കൊടുക്കണം. ഇതാണ് സാലറീഡ് ആയിട്ടുള്ള ആളുകളുടെ അവസ്ഥ. പക്ഷെ ബിസിനസ്സുകാരെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർക്ക് കിട്ടുന്ന ബിസിനസ് ഇൻകത്തിൽ നിന്ന് ബിസിനസ്സിന് വേണ്ടിയിട്ട് ചിലവാക്കിയ എക്സ്പെൻസസ് കുറച്ച് അതിൽ നിന്നുള്ള പ്രോഫിറ്റിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി. പക്ഷെ കണ്ടുവരുന്ന ഒരു പ്രവണത എന്നുള്ളത് അവരുടെ പ്രോഫിറ്റ് കുറയ്ക്കാനായിട്ട് ബിസിനസ് എക്സ്പെൻസസിൻ്റെ കൂടെ തന്നെ പേഴ്സണൽ എക്സ്പെൻസസും കൂടെ ആഡ് ചെയ്യും. സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്ക് ടാക്സ് പ്ലാനിങ്ങിനുള്ള ഓപ്ഷൻസ് കുറവും, എന്നാൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ടാക്സ് പ്ലാനിങ്ങിനുള്ള ഓപ്ഷൻസ് കൂടുതലുമാണ്. അതുകൊണ്ടാണ് ഈ സാലറീഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു തോട്ട് വരുന്നത്.